അതെ, ഇന്ന് സീനിയേഴ്സിൻ്റെ ഫാൻസി ഡ്രസ്സ് മത്സരം വല്ലതും ഉണ്ടോ? അല്ല, വേഷം കണ്ട് ചോദിച്ചതാ. എന്താടി പുല്ലേ ഈ വേഷത്തിനുള്ള കുഴപ്പം? ഒരു കുഴപ്പവും ഇല്ലേ, പാടത്ത് കോലത്തിന് പകരം വയ്ക്കാം. കോലത്തിന് നിന്റെ ഓപ്പം. പറ പറ പറ, എന്തിനാ വിഴുങ്ങി പോരട്ടെ? പോടി, എൻ്റെ മാമയെ പറയിപ്പിക്കാനായിട്ട്. എനിക്ക് നേരെ ഒരു ലോഡ് പുച്ഛം വാരി വിതറി അവൻ ക്ലാസ്സിലേക്ക് പോയി. എത്ര വേണ്ട എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ എൻ്റെ അനുസരണയില്ലാത്ത കണ്ണുകൾ അവന് പിറകെ പോയി. ഡേ, ഫ്രണ്ടിൽ ഐഷു ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്താടി, നിനക്കെങ്ങനെയാ കിടുക്കാ ചിക്കയായി പരിചയം? എന്ത് പരിചയം? റാഗിങ്ങിൻ്റെ പേരിലൊന്നും ഉടക്കിയിരുന്നു, അങ്ങനെ അറിയാം. അപ്പോഴേക്കും ഓഡിറ്റോറിയത്തിൽ എത്താൻ വേണ്ടി അനൗൺസ്മെൻറ്റ് വന്നു. അവിടെ എത്തുമ്പോഴേക്കും ടീച്ചേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു. ഓരോരുത്തർക്കായി പണി കിട്ടിക്കൊണ്ടിരുന്നു. ചില കുട്ടികളെല്ലാം പോസിറ്റീവായി എടുത്തു, ചിലരെല്ലാം വിളിക്കുമ്പോഴേ കരഞ്ഞു തുടങ്ങിയിരുന്നു. ഫസ്റ്റ് ഞങ്ങളെ ടീമിൽ നിന്നും വിളിച്ചത് ഐശൂനെയായിരുന്നു. അവളുടെ ടാസ്ക് അവിടെ മൊത്തമുള്ള ആൺപിള്ളേരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്ത് പ്രപ്പോസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പടച്ചോനെ, ഈ പെടക്കോഴി ആരെ സെലക്ട് ചെയ്യും? അവളൊരു മിനിമം അവിടെയുള്ള സകലമാന ബോയ്സിനെയും നോക്കി. ഒരു പൂവായി നടന്ന് റോഹുവിൻ്റെ അടുത്തെത്തി. എന്നിട്ട് അവന് നേരെ പൂവ് നീട്ടി പ്രപ്പോസ് ചെയ്തു. അവൻ ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പിന്നീട് ആ പൂവ് വാങ്ങി. അടുത്ത പണി റോഹുവിനായിരുന്നു. സ്റ്റേജിൽ കയറി അവനോട് പേര് ചോദിച്ചു. റോഹൻ അഹമ്മദ്. നമ്മുടെ റോഷൻ്റെ അനിയനാണോ? സീനിയർ ചേച്ചി ചോദിച്ചു. അപ്പോഴേ റോഹൻ നിഷ്കുവായി. ഏത് റോഷനാ ചേച്ചി? എനിക്കറിയാൻ പാടില്ല. സ്വന്തം ചേട്ടൻ ആരാന്ന് ചോദിക്കുന്ന നിഷ്കുവായ അനിയൻ. അവനുള്ള പണി ഒരു ഡപ്പാങ്കുത്ത് സോങ്ങിന് ക്ലാസിക് സ്റ്റെപ്പ് ചെയ്യാനായിരുന്നു. അവൻ പുല്ല് പോലെ ചെയ്തിട്ട് ഇറങ്ങി വന്നു. പിന്നെയുള്ളത് അജു ആയിരുന്നു. അവൻ്റെ ടാസ്ക് ഫ്രണ്ടിൽ കുറച്ച് പണം, പുസ്തകം, ഫുഡ് ഐറ്റംസ്, സന്തോഷം, ജോബ് ഇവയിൽ നിന്നും ഒന്ന് സെലക്ട് ചെയ്യണം. എന്നിട്ട് ക്ലിയറായി വിവരിച്ച് പറഞ്ഞു കൊടുക്കണം. അതുമാത്രം വെച്ച് എങ്ങനെ ലൈഫ് ലോങ് ജീവിക്കുമെന്ന്. അവൻ കുറച്ചു നേരം എല്ലാത്തിലും നോക്കി നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇതല്ലാതെ പുറത്തു നിന്നും എന്തെങ്കിലും ചൂസ് ചെയ്യാമോ? ചെയ്യാം, പക്ഷെ ഒന്ന് മാത്രമേ പറ്റുകയുള്ളൂ. ഓക്കെ. അവൻ നടന്ന് എൻ്റെയും റോഹുവിൻ്റെയും അടുത്തെത്തി. ഞങ്ങളെ രണ്ടാളെയും കയ്യിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ലൈഫ് ലോങ് ജീവിക്കാൻ ഇവർ മതി. ഇവർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളവിടെ സെലക്ട് ചെയ്യാൻ വെച്ച എല്ലാം എൻ്റെ കൂടെ ഉണ്ടാവും. എല്ലാവരും അത്ഭുതം നിറഞ്ഞ മിഴികളോടെ ഞങ്ങളെ നോക്കി. അവൻ്റെ മറുപടിയിൽ അറിയാതെ കണ്ണുകളിൽ നനവ് പടർന്നു. പണി തന്ന സീനിയർമാർ പോലും അവൻ്റെ മറുപടി കേട്ട് ക്ലാപ്പ് ചെയ്തു പോയി. എൻ്റെ ഊഴം എത്തിയപ്പോഴേക്കും എനിക്ക് കിട്ടിയ ടാസ്ക് പാട്ട് പാടാനായിരുന്നു. ഒത്തിരി ആലോചിച്ചു, പക്ഷെ ഒരു പാട്ടും മനസ്സിലേക്ക് വന്നില്ല. അപ്പോഴാണ് സ്റ്റേജിൻ്റെ സൈഡിൽ റിച്ചുവിക്ക് നിൽക്കുന്നത് കണ്ടത്. ആ ഒറ്റ നിമിഷത്തെ സ്പാർക്കിൽ ഞാൻ പോലും അറിയാതെ നാവിൻ തുമ്പിലേക്ക് പാട്ട് വന്നു വീണു. റെക്കയിലെ എൻ്റെ ഫേവറേറ്റ് സോങ്ങാ. അറിയും പോലെ അങ്ങ് പാടി. പാടിക്കഴിഞ്ഞതും മൈക്ക് കയ്യിലിരുന്ന ചേച്ചി ചോദിച്ചു, ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ എന്ന്. അത്രയ്ക്ക് ഫീലുണ്ടായിരുന്നു പാടിയതിൽ. ആ ചോദ്യം ഞാൻ എൻ്റെ മനസ്സിനോട് ചോദിച്ചു. ഞാൻ ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? പ്രണയിക്കുന്നുണ്ട്, ഒരു ജിന്നിനെ. ഞാൻ പോലും അറിയാതെ പറഞ്ഞു പോയതാ. ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം അറിയാതെ കൊടുത്തുവെങ്കിലും അത് കേട്ട മാത്രയിൽ ഞെട്ടി എന്നെ നോക്കിയ കുറച്ച് മുഖങ്ങളാണ് ഞാൻ പറഞ്ഞ ആ വാചകങ്ങളുടെ സീരിയസ് എനിക്ക് മനസ്സിലാക്കി തന്നത്. ആ ജിന്നിൻ്റെ പേരെന്താ? ആരൊക്കെയോ ആ കൂട്ടത്തിൽ നിന്നും വിളിച്ചു ചോദിച്ചു. പടച്ചോനെ, ആ കുരുപ്പുകളോട് ഞാൻ എന്ത് പറയും? പതിയെ മൈക്ക് കൊടുത്തിട്ട് അവന്മാരുടെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ ഏതോ അന്യഗ്രഹ ജീവിയെപ്പോലെ എന്നെ നോക്കുന്നു. ഡാ പൊട്ടന്മാരെ. എവിടുന്ന്? രണ്ടും കൂടി എന്നെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് ബോധം വന്ന പോലെ അജു ചോദിച്ചു, ആരാത്? ഏത്? ഞാൻ ചോദിച്ചു. ജിന്നി. ഞാനൊരു ചിരിയിൽ ഒതുക്കി. പോടാ പൊട്ടന്മാരെ. ഞാനത് വെറുതെ പറഞ്ഞതാ. എന്തായാലും വെറുതെ അല്ല, അതുറപ്പാണ്. കാരണം നീ അത് പറയുമ്പോൾ നിൻ്റെ മുഖത്ത് ഇതുവരെ കാണാത്തൊരു ഭാവമായിരുന്നു. നിങ്ങൾക്ക് രണ്ടിനും പ്രാന്താ, ഒന്ന് പോയേ. ഞാൻ അവന്മാരെ മൈൻഡ് ചെയ്യാതെ സ്റ്റേജിൽ ഒരു കുട്ടി വായുവിൽ പൊറോട്ട ഉണ്ടാക്കുന്നത് നോക്കിയിരുന്നു. ഇടയ്ക്ക് നോട്ടം മാറിയപ്പോൾ മെർഫിയും ആഷിക്കുകയും കരിപ്പിൽ നോക്കുന്നു. പടച്ചോനെ, അറിയാതെ വന്നു പോയ വാക്കുകൾക്കിനി ഞാൻ ഏതൊക്കെ കുരിശ് ചുമക്കേണ്ടി വരുമോ എന്തോ. പെട്ടെന്ന് തോന്നിയ ആകാംക്ഷയിൽ ഞാൻ റിച്ചുവിനെ ഒന്ന് നോക്കി. എവിടെ? ഞാൻ ജിന്നിയല്ല, വല്ല ചെകുത്താൻ്റെ കൂടെ പോയാലും എനിക്കെന്താന്നുള്ള ഭാവം. പ്രോഗ്രാമൊക്കെ തീർന്ന് പുറത്തോട്ട് പോയപ്പോൾ ആഷിക്കൊക്കെ തൂക്കി. ആരാടി നിൻ്റെ ജിന്ന്? അപ്പോഴേക്കും മേഫിയും റിച്ചുവും എത്തി. ജിന്നും തേങ്ങയൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇപ്പോഴേ പ്രണയമുണ്ടെന്ന് പറഞ്ഞാൽ പ്രപ്പോസലൊന്നും കോളേജിൽ നിന്നും ഉണ്ടാവില്ലല്ലോ. അതിനുള്ള സൈക്കോളജിക്കൽ മൂവായിരുന്നു. എൻ്റെ പറച്ചിൽ കേട്ടതും റിച്ചു കിടന്ന് ചിരിക്കാൻ തുടങ്ങി. പണ്ടാറ കാലവനത്തെ ചിരി നിർത്താത്തത്.
എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ചിരി അടക്കി എന്നെ നോക്കി. എന്നിട്ട് അവൻ വീണ്ടും ചിരിക്കാൻ തുടങ്ങി. എൻ്റെ ക്ഷമയുടെ വെള്ളരിപ്രാവുകൾ പറന്നകലാൻ തുടങ്ങി. ഒന്ന് നിർത്തുമോ നിൻ്റെ ചിരി? കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട്, ഞാൻ ദേഷ്യത്തിൽ ചോദിച്ചു. പിന്നെ ഇത്രയും വലിയ കോമഡി കേൾക്കുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കും? നിന്നെ ഇവിടെ ആരും പ്രപ്പോസ് ചെയ്യാൻ പോകുന്നില്ല. ക്യാഷ് കൊടുത്താണ് മിക്ക കുട്ടികളും സീറ്റ് വാങ്ങുന്നത് എന്നത് സത്യമാണ്. കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ കൂട്ടിന് 5-6 സപ്ലി കാണുമെന്നതും ശരിയാണ്. എങ്കിലും ബ്രെയിൻ കുറച്ചെങ്കിലും വർക്ക് ചെയ്യുന്നവർ മാത്രമേ എൻജിനീയറിംഗ് ഫീൽഡ് തിരഞ്ഞെടുക്കൂ. അങ്ങനെ ബുദ്ധിയുള്ള ആരെങ്കിലും നിന്നെ പ്രേമിക്കാൻ നോക്കുമോ? അവൻ്റെ പറച്ചിൽ കേട്ടിട്ട് ഉള്ളംകാല് മുതൽ താരിച്ചങ്ങ് കയറി. എനിക്ക് എന്താണോ കുഴപ്പം? നിനക്ക് കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ. മത്തങ്ങ പോലുള്ള മുഖവും ഒതളങ്ങ പോലുള്ള കണ്ണും. എന്തിന് ഈ നാക്കറിയാവുന്ന ആരെങ്കിലും ഈ സാഹസത്തിന് മുതിരുവോ? നിന്നെ പ്രേമിക്കുന്നതും കുർള എക്സ്പ്രസ്സിന് തല വയ്ക്കുന്നതും ഒരുപോലെ. പോടാ പുല്ലേ, അവൻ്റെ ഒരു വാളിച്ച കോമഡി. നീ പിന്നെ ദുൽഖർ സൽമാനല്ലേ? ഇവിടെ കിടന്ന് അടികൂടാതെ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് മേഫി റിച്ചുവിനെ വലിച്ചുകൊണ്ട് പോയി. എനിക്ക് ദേഷ്യം വന്നിട്ട് സഹിക്കാൻ വയ്യായിരുന്നു. ഞാൻ നോക്കുമ്പോൾ എന്നെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് പോകുന്നു ആ കാലമാടൻ. എൻ്റെ കൂടെയുള്ള 2 നോക്കുമ്പോൾ ചിരി പുറത്ത് വരാതെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നു. എടാ പട്ടികളെ, ആ പരനാറ് എന്നെ ഇത്രയും പറഞ്ഞിട്ടും എനിക്ക് വേണ്ടി നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഞങ്ങളെ ചങ്കാണെന്നുള്ളത് ശരിയാ, പക്ഷെ സത്യത്തിനെതിരെ എത്രയെന്ന് വെച്ചാൽ പോരാടുക എന്ന് പറഞ്ഞ് അവന്മാർ കിടന്ന് ചിരിക്കുന്നു. ഇതെല്ലാം ഉണ്ടാക്കി വെച്ച ആ മരത്തലയൻ അവിടെ തിരിഞ്ഞു നിന്ന് ഫോണിൽ കളിക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഓടിപ്പോയി സർവ്വശക്തി എടുത്ത് അവൻ്റെ നെടും പുറത്ത് തന്നെ ഒരു അടി വെച്ച് കൊടുത്തു. എന്താ സംഭവിച്ചതെന്നറിയാത്ത റിച്ചു നെട്ടിത്തിരിഞ്ഞ് നോക്കും മുന്നേ ഞാൻ ഓടിയിരുന്നു. വെപ്രാളത്തിൽ സ്റ്റെപ്പ് ഇറങ്ങുന്നതിനിടയിൽ എൻ്റെ കാലൊന്ന് സ്ലിപ്പായി. എവിടെയും പിടുത്തം കിട്ടിയില്ല. പട്ടച്ചോനെ തീർന്ന്. ഇന്ന് വീണ് കൈയും കാലും ഒടിഞ്ഞത് തന്നെ. പക്ഷെ ഞാൻ വീണില്ല. അതിനു മുന്നേ ആരോ എന്നെ പിടിച്ചു. ആരുടെയോ നെഞ്ചിലാണ് ഞാൻ റെസ്റ്റ് ചെയ്യുന്നത്. കണ്ണു ചാത്തി നോക്കുമ്പോൾ ഫൈസലിക്ക. എന്തിനാ പെണ്ണെ ഇങ്ങനെ കിടന്നു ഓടുന്നത്? ഇപ്പം തലയും കുത്തി തറയിൽ കിടന്നേനെ. എന്നെ നേരെ നിർത്തി ഫൈസലിക്ക പറഞ്ഞു, താങ്ക്സ് ഇക്ക വീഴാതെ പിടിച്ചതിന്. റിച്ചുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കൂടി അവൻ്റെ അടുത്ത് വന്നതോടുകൂടി എന്നെ ഒന്ന് തറപ്പിച്ച് നോക്കിയ ശേഷം അവൻ അവരുടെ കൂടെ പോയി. കലാപരിപാടികളെല്ലാം തീർന്നതിന് ശേഷം ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിലെത്തി ലേഡീസ് വെയിറ്റിംഗ് റൂമിൽ കയറി ഞാൻ നല്ലവണ്ണം ഒന്ന് കണ്ണാടിയിൽ നോക്കി. മനസ്സ് മുഴുവൻ റിച്ചുവിൻ്റെ വാക്കുകളായിരുന്നു. എത്ര കണ്ണാടിയിൽ നോക്കിയിട്ടും അവൻ പറഞ്ഞ അത്ര മോശമായി എൻ്റെ മുഖം തോന്നിയില്ല. മാത്രമല്ല കാണാനും ആരും കുറ്റം പറയില്ല. ട്രെയിനിലിരിക്കുമ്പോൾ ഞാൻ അവന്മാരോട് ചോദിച്ചു, എന്നെ കാണാൻ അത്രയ്ക്ക് മോശമാണോ? ഞങ്ങളുടെ മെഹർ സുന്ദരി കുട്ടിയല്ലേ? നിങ്ങൾ തമാശ പറഞ്ഞതാടി പെണ്ണേ. സത്യം? സത്യം. പിന്നെ റിച്ചുക്ക പറഞ്ഞതോ? ഞാൻ സംശയഭാവത്തിൽ നിർത്തി. ഇക്ക പറഞ്ഞതിന് നിനക്കെന്താ? ഇക്ക വെറുതെ നിന്നെ തളർത്താൻ പറഞ്ഞതാവും. എന്നാലും ഇടയ്ക്കിടയ്ക്ക് അവൻ പറഞ്ഞതോർക്കുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് കണ്ണാടിയിൽ നോക്കും. അവൻ്റെ ആ വാക്കുകളിൽ ഞാൻ എന്തിന് ഇത്രമാത്രം അസ്വസ്ഥതയാകുന്നു എന്ന് മാത്രം മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ദിവസങ്ങൾ ഓടിക്കൊണ്ടിരുന്നു. വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒത്തിരി അധികം ഫ്രണ്ട്സിനെ കിട്ടി. സീനിയേഴ്സ് മിക്കവരുമായി നല്ല കമ്പനിയായി. എല്ലാവരും പഠിത്തത്തിൻ്റെ ചൂടിലേക്ക് തിരിഞ്ഞുപോയി. എൻജിനീയറിംഗ് കേൾക്കാൻ നല്ല സുഖമുണ്ടെങ്കിലും പഠിക്കാനൊരു സുഖമില്ലായിരുന്നു. ആകെ മൊത്തം കിളി പറന്നിരിക്കുന്ന അവസ്ഥയിലാണ്. മരുഭൂമിയിൽ മഴ പെയ്തതുപോലെ ഓണ സെലിബ്രേഷൻ വന്നത്. പഠിച്ച് ഭ്രാന്തായിരുന്ന ഞങ്ങൾക്ക് അതൊരാശ്വാസമായിരുന്നു. മാക്സിമം എൻജോയ് ചെയ്യാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. സെലിബ്രേഷന് ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. പെൺകുട്ടികളെല്ലാം കേരള സാരിയും ആൺകുട്ടികൾ മുണ്ടു ഷർട്ടും. സാരി എന്ന് കേട്ടതും എൻ്റെ ഉള്ളം മൂടിപ്പോയി. ജീവിതത്തിൽ ഇന്ന് വരെ ഈ പറയുന്ന സാധനം ഉടുത്തിട്ടില്ല. ഞാൻ മാത്രമല്ല അധികം ആരും ക്ലാസ്സിൽ സാരി ഉടുത്തിട്ടില്ല എന്ന് കേട്ടപ്പം മുതൽ നല്ല സന്തോഷം. അപ്പോൾ ഒറ്റയ്ക്കല്ല. അന്ന് വന്ന് ഉമ്മാൻ്റെ അലമാര തുറന്നു നോക്കി. ഇതെന്താ കല്യാൺ സിൽക്സിൻ്റെ സാരി ഷോറൂമാണോ? ഒരുപാടുണ്ടല്ലോ. മൊത്തം വലിച്ചു വരി തറയിലിട്ട് തിരച്ചിൽ തുടങ്ങി. 2 കേരള സാരി കിട്ടി. പക്ഷെ 2 എൻ്റെ സങ്കല്പത്തിന് ഒത്തു വന്നില്ല. അപ്പോഴാണ് ഒരു നിലവിളി കേട്ടത്. പേടിക്കണ്ട, എൻ്റെ ഉമ്മ ചെയ്യാം. ഉമ്മ പൊന്നുപോലെ അടുക്കി ഒതുക്കി വെച്ച് സാരികളുടെ കോലം കണ്ട് വിളിച്ചു പോയതാ. ഇനി ഇവിടെ നിന്നാൽ ആ നിലവിളി എൻ്റെ കൊലവിളിയാകാൻ അധിക സമയം വേണ്ട. ഞാൻ തന്ത്രപൂർവ്വം പുറത്തിറങ്ങാനുള്ള വഴി നോക്കി. അകത്ത് കയറിയ ഉമ്മ ആദ്യം ചെയ്തത് റൂമിൻ്റെ ഡോർ അടച്ചതാണ്. പടച്ചോനെ, ഞാൻ പെട്ട്. ആദ്യം അടി, പിന്നെ പറച്ചിൽ. അതാണ് ഉമ്മയുടെ ലൈൻ. കിട്ടി കൈക്കും കാലിനും ഓരോന്ന്. എന്താടി അസത്തെ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഉമ്മ, ഞാൻ കേരള സാരി ഉണ്ടോന്ന് നോക്കിയത് ഉമ്മ. ഇങ്ങനെയാണോ സാരി തിരയുന്നത്? ഇതൊരുമാതിരി കരിമീൻ കാട്ടി ആന കയറിയത് പോലുണ്ടല്ലോ. എന്തായാലും ഇത് മൊത്തം അടുക്കി പെറുക്കി വെച്ചിട്ട് നീ പുറത്തിറങ്ങിയാൽ മതി. മമതാശ്രീ കലിപ്പിച്ചിട്ട് പുറത്തിറങ്ങിപ്പോയി. എല്ലാം പെറുക്കി വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ തളർന്നു.
അല്ലേലും വല്ലപ്പോഴും ജോലിയെടുത്താൽ പെട്ടെന്ന് തളർന്നു പോകും. പിറ്റേന്ന് കോളേജിൽ പോകും മുന്നേ ഉപ്പാടെ നിന്ന് പൈസ വാങ്ങിയിരുന്നു സാരി എടുക്കാൻ. ഉച്ചയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് ഞങ്ങൾ പോത്തീസിൽ പോയി. ഉണ്ണിക്കണ്ണനും മയിൽപ്പീലിയും ഡിസൈനായി വരുന്ന ഒരു സാരിയിൽ കരിപ്പച്ചയിൽ സ്റ്റോൺ വർക്ക് വരുന്ന ബ്ലൗസുമാണ് ഞാൻ സെലക്ട് ചെയ്തത്. അവന്മാർ സെയിം കളർ ഷർട്ടും മുണ്ടും. ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ KFC പോയി. നന്നായി കഴിച്ചതിന് ശേഷം നേരെ ചാല മാർക്കറ്റിൽ പോയി മുല്ലമുട്ട് വാങ്ങി നേരെ വീട്ടിലേക്കും. രാവിലെ ഉമ്മ വന്ന് വിളിക്കും മുന്നേ എണീറ്റ് ചെന്ന എന്നെ കണ്ട് ഉമ്മക്ക് അത്ഭുതമായി. ഇന്ന് എന്തു പറ്റിയ നേരത്തെ ആണല്ലോ. അത് സാരി ഉടുക്കണ്ടേ അമ്മ, അതാണ് നേരത്തെ എണീറ്റ്. വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മുടി ഉണക്കി നിന്ന് ഉമ്മച്ചി വന്ന് സാരി ഉടുപ്പിച്ച് തന്നു. ഒരു പച്ചക്കല്ല് വെച്ച കമ്മലും സെയിം കളർ വളയും മാലയും ഇട്ട് മുടി വിടർത്തിയിട്ട് നിറയെ മുല്ലപ്പൂ വെച്ചു. കണ്ണിൽ കരിമശ എഴുതി അവസാനം മിനുക്ക് പണികളോടെ കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോയി. എനിക്ക് ഇത്രയും ഭംഗിയുണ്ടായിരുന്നോ? ഈ എന്നെ കണ്ടിട്ടാണ് ആ മരത്തലയും റിച്ചു മത്തങ്ങ മുഖം എന്ന് പറഞ്ഞത്. ഇന്ന് പോയി അവൻ്റെ മുന്നിൽ നിൽക്കണം. എന്ത് പറയുമെന്നറിയണമല്ലോ. ഉമ്മച്ചിയുടെ വിളി കേട്ടപ്പോഴാണ് ഞാൻ കണ്ണാടിൻ്റെ മുന്നിൽ നിന്ന് മാറിയത്.